ഏലിയാവിൻ്റെ ശിഷ്യനായ ഏലീശയുടെ ചരിത്രത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 3 രാജാക്കന്മാരും സൈന്യവും വെള്ളം കിട്ടാതെ മരുഭൂമിയിൽ അലയുമ്പോൾ അവർ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഏലീശയുടെ അടുക്കൽ ചെന്നു. ഏലീശ അവരോട് പറയുന്നൊരു വാക്കുണ്ട്, ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേക കുഴികൾ വെട്ടുക, കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ രാജാക്കന്മാർ ചെന്നപ്പോൾ തന്നെ ഏലീശ ഇത് പറഞ്ഞില്ല. ഏലീശ ആദ്യം ഈ രാജാക്കന്മാരോട് പറഞ്ഞത്, ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നീ എൻ്റെ അടുക്കൽ എന്തിനു വന്നു? ഞാൻ നിന്റെ മുഖം ആദരിക്കില്ല. എന്നാൽ യഹോശാഫാത്ത് കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഒഴിവ് കഴിവ് പറയാൻ പറ്റില്ല, എനിക്ക് നിങ്ങളെ അനുഗ്രഹിക്കാതെ നിവർത്തിയില്ല. അതായത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് പോലും ദൈവത്തിൻ്റെ അനുഗ്രഹം കാണാൻ കഴിയും. ഒരു കുടുംബത്തിൽ യഹോശാഫാത്തിനെ പോലെ സ്തുതിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷപ്പെടും. അവിടെ ദൈവത്തിൻ്റെ നന്മകൾ അവിടെ വെളിപ്പെടും, ദൈവത്തിൻ്റെ ശബ്ദം വെളിപ്പെടും. ഒരു ഓഫീസിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വാച്ച്മാനെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പ്യൂണെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഓഫീസ്, ആ സ്ഥാപനം, അത് ഗവൺമെൻറ് സ്ഥാപനമാണോ പ്രൈവറ്റ് ആണോ ഇത് വിഷയമല്ല, ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്രയിക്കുകയും സേവിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖത്തെ ദൈവം ആദരിച്ചിരിക്കും. അവിടെ എലീശ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ യഹോശാഫാത്തിന്റെ മുഖം ആദരിക്കാതെ നിവൃത്തിയില്ല, നിങ്ങളെ ഒന്നും ഞാൻ ബഹുമാനിക്കില്ല. എന്നല്ല, യഹോശാഫാത്തിനെ, എലീശയ്ക്കും യഹോശാഫാത്തും തമ്മിൽ എന്താ ബന്ധം? ദൈവത്തോട് പറ്റി നിൽക്കുന്ന എലീശയ്ക്ക് ദൈവത്തിൻ്റെ ഹൃദയം അറിയാം. അതുകൊണ്ടാണ് ആ വാക്ക് പറയുന്നത്. എലീശ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞവനെ ഓർപ്പിക്കുന്നവർ ആർ? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരല്ലോ. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള അഭിഷിക്തന്മാരുടെ കാലങ്ങളിൽ കുഴിച്ച കുഴികളിലെല്ലാം വെള്ളം നിറഞ്ഞു, കാറ്റും കണ്ടില്ല, മഴയും കണ്ടില്ല, അവിടെയെല്ലാം നിറവ് വെളിപ്പെട്ടു. അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയമായിട്ട് നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരെ വേണം. ഇത് കേൾക്കുന്ന നിങ്ങളായി തീരട്ടെ ആ വ്യക്തി. കർത്താവിനെ ആരാധിക്കാൻ എലീശ പറഞ്ഞു, ഒരു വീണക്കാരനെ കൊണ്ടുവരാൻ പറഞ്ഞു. വീണക്കാരൻ വന്നു, വീണ മീട്ടിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ആരാധന ദൈവശബ്ദത്തെ കൊണ്ടുവരും. എന്തിനാണ് നമ്മൾ പാടി ആരാധിക്കുന്നത്? ആരാധനയിൽ ദൈവശബ്ദം കേൾക്കും. നമുക്ക് ചേർന്ന് തുടർന്നുള്ള സമയം പാടി യേശുവിനെ ആരാധിക്കാം. Forever you will be the Lamb upon the throne. I gladly bow my knees and worship you alone. Forever you will be the Lamb upon the throne.
worship you alone. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, redeem, worship you now. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, redeem, worship you now. Holy, holy, holy are you, Lord. Holy, 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 holy are you, Lord. Holy, holy, holy are you, Lord. Elders and angels bow, redeem, worship you now. Holy, holy, holy are you, Lord. ഈ ആഴ്ച മുഴുവനും ഒരൊറ്റ വാക്യത്തിലാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നിർത്തിയത്. എനിക്ക് യെശയ്യാവ് 54 ഈ ആഴ്ച വായിച്ചു തീർക്കണമെന്നുണ്ടായിരുന്നു. യെശയ്യാവ് 53 2-3 ആഴ്ച കൊണ്ടാണ് തീർന്നത്. 54 ഈ ആഴ്ച വായിച്ചു തീർക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ദൈവവചനത്തിൽ കൂടുതൽ കുഴിച്ച് പോയ ചിലരെ കുറിച്ച് വായിക്കുന്നു, ആഴത്തിലേക്ക്. അതിലൊരാളാണ് ഇസഹാക്ക്. അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം കുഴിച്ചത്, ഉറവ കണ്ടത്, പിന്നത്തേതിൽ അസൂയ നിമിത്തം ഫിലിസ്തീർ മണ്ണിട്ട് മൂടിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. ഭയങ്കര പാടാണ്. ഒരിക്കൽ കുഴിച്ച കുഴി വീണ്ടും മൂടിയാൽ പിന്നെ കുഴിക്കാൻ പാടാണ്. കാരണം കുഴി മൂടുന്നത് ഇങ്ങനെയാണ്: കല്ലിടും, മണ്ണിടും, ചത്ത മൃഗങ്ങളെ ഇടും. കല്ലിടും, മണ്ണിടും, ചത്ത മൃഗങ്ങൾ. കല്ല്, മണ്ണ്. കഴുത ചത്തു, അതിനെ ഇട്ടു. മാട് ചത്തു, അതിനെ ഇട്ടു. കുതിര ചത്തു, അതിനെ ഇട്ടു. പറ്റുന്നത് ഈ കുതിരയുടെയും കഴുതയുടെയൊക്കെ ശവങ്ങളും മണ്ണും എല്ലാം ചേർന്ന് ഇത് സിമെന്റ് പോലെയാവും, പാറ പോലെയാവും. പിന്നെ കുഴിക്കാൻ പോലും പറ്റില്ല. പുതിയ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ കുഴിക്കാം. എന്നാൽ അബ്രഹാമിൻ്റെ കിണർ കുഴിക്കണമെന്നുള്ളത് ഇസഹാക്കിൻ്റെ ഒരു ആവേശമായിരുന്നു. കാരണം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തെ കിണറാണ്. എൻ്റെ അപ്പൻ വിശ്വാസത്താൽ കുഴിച്ച കുഴിയാണ്. അതിൽ മണ്ണിട്ടെങ്കിൽ ഞാൻ ആ കുഴി തന്നെ കുഴിച്ച് ഞാൻ വീണ്ടും ഉറവ കാണും. അപ്പോസ്തലന്മാർ, നമ്മുടെ പിതാക്കന്മാർ കുഴിച്ച വിശ്വാസത്തിൻ്റെ കുറെ കുഴികളുണ്ട്. ആ കുഴികളെ വീണ്ടും കുഴിച്ച് അതിൽ നിന്ന് ഉറവയെടുക്കണം. അവരെല്ലാം കുഴിച്ചത് വചനത്തിലാണ്. അപ്പോസ്തലനായ പൗലോസും പത്രോസും എല്ലാം ഈ വചനത്തിലേക്ക് കുഴിച്ചു. നമ്മുടെ പിതാക്കന്മാരുടെ ചരിത്രത്തിൽ അങ്ങോട്ട് കുഴിച്ചു. അബ്രഹാമിൻ്റെ ചരിത്രത്തിലേക്ക് വീണ്ടും കുഴിച്ചു. ഏലിയാവിൻ്റെ ചരിത്രത്തിലേക്ക് വീണ്ടും കുഴിച്ചു. ന്യായപ്രമാണത്തിലെ ഓരോ വചനത്തിലേക്ക് വീണ്ടും കുഴിച്ചു. ഒരു കാലത്ത് പിശാച് മൂടിക്കളഞ്ഞ പല മർമ്മങ്ങളും വീണ്ടും കുഴിച്ച് പുറത്തു കൊണ്ടുവന്നു. അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒത്തിരി മർമ്മങ്ങൾ കുഴിച്ച് പുറത്തെടുക്കാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ബൈബിൾ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വായിൽ ആഴമേറിയ വചനങ്ങൾ വന്നുകൊണ്ടിരിക്കും, ഉറവകൾ വന്നുകൊണ്ടിരിക്കും. കുഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറവ വരും. അതാണ് നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ദൈവം നമ്മോട് ഒരു ഉറവ പോലെ വചനം തന്ന് സഹായിക്കുകയാണ്.
യോഹന്നാൻ 7:37-38 എന്താണ്? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ജീവജല നദികൾ ഒഴുകും. കർത്താവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ശുശ്രൂഷകൾ ചെയ്യാൻ, ആലോചന പറയുവാൻ, വചനം പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ യൗവനക്കാരോടും പറയാം, നിങ്ങൾ ദൈവത്തിൻ്റെ വായായിട്ടിരിക്കാൻ നിങ്ങളെ കൊടുത്താൽ മതി. നിങ്ങൾ വിശ്വസ്തയോടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക. തക്ക സമയത്ത് ഇത് പറയാനുള്ള സ്ഥലവും സാഹചര്യവും ദൈവം തരും. തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരിക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, വേദപുസ്തകവുമായിട്ടിരിക്കണം. മൊബൈൽ നോക്കിക്കൊണ്ടിരുന്നാൽ മൊബൈലിൽ വരുന്ന കാര്യങ്ങളെ പറയാൻ പറ്റും. ബൈബിള് നോക്കിക്കൊണ്ടിരുന്നാൽ ബൈബിളിലുള്ള കാര്യങ്ങൾ പറയാം. എന്ത് നിറഞ്ഞു കവിയുന്നുവോ അത് വായത്തോ സംസാരിക്കും. നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു. ദുഷ്ട മനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് ദോഷമായത് പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്ന് വാ സംസാരിക്കും. എന്ത് നിറയ്ക്കുന്നുവോ ഈ വർഷം നിറയ്ക്കേണ്ടത് വചനം, വിശ്വാസം, നല്ലത്, സകലത് ശോധന ചെയ്ത് നല്ലത്. ഇവ മഹാന്മാർ പറഞ്ഞ നല്ല കാര്യമുണ്ട്, ആ കോട്ടുകളെല്ലാം എടുത്തോ, നല്ലതെടുക്ക്. ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞു, എഴുതി വെക്ക്, അതും പറ കൂട്ടത്തിൽ. ഞങ്ങളുടെ വല്യപ്പൻ പറഞ്ഞൊരു കാര്യമാണ്, എം.എ. വർഗീസ് പാസ്റ്റർ പറയും, എൻ്റെ അപ്പൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കിടന്ന് ഉറങ്ങരുത്, ഉറങ്ങിക്കിടക്കണം. പാസ്റ്റർ അതാണ് പ്രാക്ടീസ് ചെയ്തത്. അതായത് കിടന്നിട്ട് ഉറക്കം വരാതെ കണ്ണു തുറന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങുന്ന ആൾക്കാർ, ഒരു പണിയില്ലാതെ. എന്നാൽ ജോലികൾ ചെയ്ത് 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 ക്ഷീണിച്ച് ഉറക്കം വന്ന് കട്ടിലോട്ട് വീണ് കിടന്നുറങ്ങണം. അങ്ങനെയുള്ളവർ കഠിനാധ്വാനികളാണ്. അപ്പോൾ എം.എ. വർഗീസ് പാസ്റ്ററിൻ്റെ അപ്പം പറഞ്ഞു കൊടുത്ത ഒരൊറ്റ വാക്ക്, കിടന്ന് ഉറങ്ങരുത്, ഉറങ്ങി കിടക്കണം. അപ്പോൾ സകലത് ശോധന ചെയ്യണം. ബൈബിൾ മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല കോട്ടുകളെല്ലാം എടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നല്ലത് മുഴുവനും മുറുകെ പിടിക്കുന്ന ഒരു വിവേകം വേണം. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ചീത്തകളെയെല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ തരും. അത് നമ്മുടെ അകത്ത് സ്റ്റോർ ചെയ്താൽ പിന്നെ നല്ലത് കയറാൻ സ്ഥലമില്ല. ചീത്ത ഉള്ളിടത്ത് നന്മ കയറില്ല. നന്മയുള്ളിടത്ത് ചീത്തയ്ക്ക് നാണമില്ലാതെ വന്ന് കയറാൻ അറിയാം. നാണം കെട്ടതാണ്. തിന്മകൾ നന്മയുള്ളപ്പോഴും വരും, എന്നാൽ നന്മകൾ ഒരിക്കലും തിന്മയിൽ വരില്ല. അത് വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നതാണ് നന്മകൾ. ഈ മർമ്മങ്ങൾ ഒരു ദൈവ പൈതൽ അറിഞ്ഞാൽ ഈ ദൈവകൃപ വിട്ട് മാറില്ല. യെശയ്യാവ് 54 പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്കുക, നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടി ആർത്തുകൊള്ളുക. അതായത് പ്രസവിക്കാത്ത ഈ മച്ചിക്ക് ഉള്ള ഏറ്റവും വലിയ ആഗ്രഹം, അവൾക്കൊരു നോവ് വേണം. ആ നോവ് അവളുടെ ജീവിതത്തിൻ്റെ ആർപ്പായി മാറും. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സാറയ്ക്ക് ദൈവം 90-ാമത്തെ വയസ്സിൽ ഒരു വലിയ നോവ് അനുവദിച്ചു. ആ നോവ് അവളുടെ അനുഗ്രഹമായി മാറി. അപ്പൊ ദൈവം പ്രാർത്ഥിക്കുന്ന തൻ്റെ മക്കൾക്ക്, ഇതുവരെ നോവ് കിട്ടിയിട്ടില്ലാത്തവർക്ക്, വേദന കിട്ടിയിട്ടില്ലാത്തവർക്ക് ചില വേദനകൾ അനുവദിക്കുന്നത്, അതിനുശേഷം വലിയൊരു ആർപ്പ് വരും. ഏത് വേദനകളും ശ്രദ്ധിച്ചോ, അതിനപ്പുറം ഒരു ആർപ്പുണ്ട്. ചെറിയ ടെസ്റ്റാണോ, ചെറിയ പ്രമോഷൻ. വലിയ ടെസ്റ്റ് ഉള്ളവരുണ്ട്, വലിയ പ്രമോഷൻ. നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ബ്രദർ, അദ്ദേഹം ഇന്ന് കാശ്മീരിലാണ്. മിലിറ്ററിയിലെ ഉയർന്ന ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ആരംഭകാലം, പട്ടാളം കഴിഞ്ഞ് അദ്ദേഹം ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ പറഞ്ഞു, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഒക്കെ ബ്ലാക്ക് കാറ്റ് എന്ന വിഭാഗത്തിലേക്കുള്ള ട്രെയിനിങ്ങിലാണ്. ഭയങ്കര ടെസ്റ്റാണ്. വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടണം, വലിയ തോക്കും പിടിച്ചുകൊണ്ട് ഓടണം, ഭയങ്കര ടെസ്റ്റാണ്. എന്താണ്? ഭയങ്കരമായ ഒരു സ്ഥാനത്തേക്ക് കയറാൻ പോവുകയാണ്.
ആ കുടുംബം നമ്മുടെ ചർച്ചിൽ, പ്രൈസ് ജനറേഷൻ ചർച്ചിലുണ്ട്. നമ്മുടെ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. വർഷങ്ങൾ ഉന്നത തലങ്ങളിൽ ഗവൺമെൻറ്റിൽ ആ ബ്ലാക്ക് കാറ്റ് എന്ന വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കമാൻഡുമായിരുന്നു. അപ്പോൾ തന്നെ വലിയ ഒരു ദൈവഭക്തൻ കൂടിയാണ്. എപ്പോഴും യേശുവിനെ സ്തുതിക്കുന്ന ഒരു ഭക്തൻ കൂടിയാണ് അദ്ദേഹം. വലിയ ടെസ്റ്റുകൾ, വലിയ പ്രമോഷനുകൾ, ചെറിയ ടെസ്റ്റുകൾ. ചില പറയില്ലേ, ഓ വലിയ പരീക്ഷയൊന്നുമല്ല, ഇത് ചെറിയൊരു ടെസ്റ്റ് പേപ്പറാണ്. ചെറിയ ടെസ്റ്റ് പേപ്പർ, ക്ലാസ് ടീച്ചർ ഇട്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പറാണ്. ഇത് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. ടീച്ചർ ഇട്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് പേപ്പറാണ്. ടീച്ചർ ഇടുന്നതുകൊണ്ട്, യൂണിവേഴ്സിറ്റി ഇടുന്നതുകൊണ്ട്, അതിൻ്റെ മുകളിലുള്ളതുണ്ട്. നിന്റെ ടെസ്റ്റ് എന്താണെന്ന് നീ എന്നോട് പറ. നീ എന്തായി തീരാൻ പോകുന്നെന്ന് ഞാൻ നിന്നോട് പറയാം. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ, വരുന്നുണ്ട് നിനക്ക് 90ാമത്തെ വയസ്സിൽ ഒരു നോവ്. ഒരു നോവ് കഴിഞ്ഞാൽ ഒരാർപ്പ് പുറകിലുണ്ട്. ഒരു വേദനയുടെ പുറകെ ഒരു വലിയ ആഘോഷം വരുന്നുണ്ട്. ദേശം അറിയുന്ന ആഘോഷം നിന്റെ വേദനയ്ക്ക് പുറകിലുണ്ട്. ഇന്ന് അസഹനീയമായ ചില വേദനകളിലൂടെ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ചിലർ കടന്നു പോകുന്നുണ്ട്. ആ വേദനയുടെ അപ്പുറം ഒരു വലിയ ആഘോഷം ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവിന് വേണ്ടി അകാരണമായി കഷ്ടം സഹിക്കുന്നവരുണ്ട്. സ്നാനപ്പെട്ടതുകൊണ്ടും വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടും നിന്നയും വേദനയും താങ്ങാൻ കഴിയാത്ത സങ്കടങ്ങളും ചുമക്കുന്ന ചിലരുണ്ട്. ആ വേദന നിന്നെ ഒരു വലിയ ആഘോഷത്തിലേക്ക് കൊണ്ടുവരും. നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരേക്കാളും ഈ വേദന നിനക്കൊരാഘോഷമാകും. അതാണ് ഹന്നയുടെ ചരിത്രം. പെനീനയുടെ കുത്തുവാക്കായിരുന്നു അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നോവ്. ആ നോവ് അവൾ പ്രാർത്ഥനയാക്കി മാറ്റി. നോവുകളെ, വേദനകളെ നീ പ്രാർത്ഥനയാക്കി മാറ്റുമെങ്കിൽ പുറകെ അനുഗ്രഹത്തിൻ്റെ ഒരു നോവ് വരുന്നുണ്ട്. ശമൂവേല് പുറത്തു വരുന്ന അടുത്ത ഒരു നോവ്, അതൊരു അനുഗ്രഹത്തിൻ്റെ നോവാണ്. പ്രസവിക്കാത്ത മച്ചിയെ നീ ആർത്തു ഘോഷിക്കും. നിന്റെ മകൻ ശമൂവേൽ ദാൻ മുതൽ ബേർശേബ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായിരിക്കും. എവിടെ ദൈവസന്നിധിയിൽ വേദനയോടെ ഇരിക്കുന്നവരുണ്ടോ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവരുണ്ടോ, അവർക്ക് ആർപ്പോടെ കൊയ്യാൻ കഴിയും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവരെല്ലാം ആർപ്പോടെ കൊയ്യും. വിത്ത് വിതച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്ന് ആർത്തും കൊണ്ട് നടക്കുന്നു. വിതയ്ക്കുമ്പോൾ ഒരു കരച്ചിലാണ്, ഉള്ളതും കൂടി പോവുകയാണ്. വിതച്ച വിത്തിൻ്റെ പുറത്ത് വളവും വെള്ളവും ഉറക്കളിപ്പും അധ്വാനവും കാവലും എന്തെല്ലാം പരിപാടിയാണ്, കളപറിക്കലും വലിയ ക്ലേശമാണ്. ഒരു വലിയ നോവാണ് ഒരു കൃഷിക്കാരന്. എന്നാൽ ആ കൃഷിക്കാരനെ പ്രതീക്ഷയുള്ളവനാക്കുന്നത് മുളച്ചു വരാൻ പോകുന്ന അനേകായിരം മടങ്ങ് നന്മയാണ്. വിതച്ചതിൻ്റെ 1000 മടങ്ങ് ഈ ഭൂമി നമുക്ക് തരുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി വിതയ്ക്കുന്നവർക്ക് എത്ര 1000 മടങ്ങ് ലഭിക്കും. ഒന്നുകൂടി പറയാം, ഈ ഭൂമി ദൈവം നശിപ്പിക്കാൻ വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ വിതച്ചാൽ 100 മേനി വിളവ് തരുന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി വിതച്ചാൽ എത്ര മേനി വിളവുണ്ടാകും. വിതക്കാൻ പഠിക്കണം, കണ്ണുനീരോടെ വിതയ്ക്കണം, കയ്യിലുള്ളത് കൂടി ചെലവാക്കണം. ആർപ്പോടെ കൊയ്യും. ഭൂമിയിൽ വിതച്ചാൽ ഭൂമിയിൽ വിളവ്. വിതയ്ക്കുന്നതൊരു വേദനയാണ്, അത് ഒരു ആർപ്പിലേക്ക് നമ്മെ കൊണ്ടുവരും. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് വേണ്ടി കർത്താവ് തന്ന മക്കളിൽ എത്ര മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്കും? ശേഷിക്കുന്ന സമയം എത്ര സമയം കർത്താവിന് വേണ്ടി കൊടുക്കും? കൊടുക്കുക എന്നുള്ളത് വേദനയാണ്. അബ്രഹാം ഇസഹാക്കുമായിട്ട് പോകുന്നത് ഒരു വേദനയാണ്. കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അപ്പ വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ?
മോനെ ദൈവം കരുതും. ഒന്നും അറിയില്ല, വേദന മാത്രമുള്ളിൽ. സ്വന്തം മോനെ യാഗപീഠത്തിൽ കയറ്റി കടത്തുന്ന വേദന, അത് തന്നെയാണ് കാൽവരി ക്രൂശിൽ പിതാവിനുണ്ടായ വേദന. വേദനകളെല്ലാം വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അത് നേട്ടങ്ങളെ കൊണ്ടുവരും. പാപം നിമിത്തം വരുന്ന ദുഃഖം നാശം കൊയ്യും. നന്മകൾ നിമിത്തമുള്ള ദുഃഖങ്ങൾ ആർപ്പുകളെ കൊയ്തെടുക്കും. നോവ് കിട്ടിയിട്ടില്ലാത്തവളെ ആർത്ത് ഘോഷിക്കുക. അപ്പോൾ ദൈവം അനുവദിക്കുന്ന നോവുകൾക്കായി സ്തോത്രം പറ. ദൈവം അനുവദിച്ച സങ്കടങ്ങൾക്കും ടെസ്റ്റുകൾക്കുമായി സ്തോത്രം പറ. അതെല്ലാം നമുക്ക് നന്മയാകും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, യെശയ്യാവ് 54 നിന്ന് ഈ ആഴ്ച മുഴുവനും ഞങ്ങൾ ധ്യാനിച്ചു. ഞങ്ങൾ കേട്ട ഈ വചനങ്ങളെല്ലാം കേൾക്കുന്നവർക്ക് മുഴുവനും വിടുതലും കൃപയുമാകണം. അങ്ങ് അനുവദിക്കുന്ന നോവുകളെല്ലാം വലിയ ആർപ്പിലേക്കുള്ള അടുത്ത യൂട്ടേണായി ഞങ്ങൾ കാണുന്നു. ഇന്ന് ഈ നോവുകൾ, ക്രിസ്തു നിമിത്തമുണ്ടായ നോവുകൾ ഈ മക്കൾക്ക് നിറവായി മാറണം. ഹന്നയ്ക്കും സാറയ്ക്കും നോവുകൾ ആർപ്പാക്കി മാറ്റിയ കർത്താവേ, മക്കളില്ലാത്തവർക്ക് വേണ്ടി അപേക്ഷിക്കും. അനുഗ്രഹത്തിൻ്റെ നോവുകൾ അവരുടെ ഉദരത്തിലുണ്ടാകട്ടെ. തലമുറകളെ കണ്ട് സന്തോഷിക്കട്ടെ. ആ കുടുംബത്തിൽ നന്മയുണ്ടാകട്ടെ. അത്ഭുത ജനനങ്ങൾ നടക്കട്ടെ. അത്ഭുത ഉയർച്ചകൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. വിശ്വാസത്താൽ കണ്ണുനീരോടെ കർത്താവിന് വേണ്ടി വിതച്ച ആർപ്പോടെ കൊയ്യുന്നവർ, വിശ്വാസ വീരർ ഇതിൽ നിന്ന് എഴുന്നേറ്റ് വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ കേട്ട, തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെയും കേട്ട യെശയ്യാവ് 54 ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടി നോട്ട്ബുക്കുമായിട്ട് ഇരുന്ന് യൂട്യൂബിൽ നിന്ന് ഇതൊന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് എനിക്കും നല്ലതാണ്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. നമ്മെ മാറ്റിമറിക്കുന്ന ദൂതുകളാണ്. ഇത് വായിക്കുക, പഠിക്കുക, ഈ ഭാഗങ്ങൾ ഒന്നുകൂടി ധ്യാനിക്കുക, ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരെ ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ഒരുമിച്ച് ദൈവരാജ്യം പണിയും. ദൈവവേലയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവിധ കൈത്താങ്ങലിനെയും ഞങ്ങൾ കാത്തിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. നാളെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗം ആലപ്പുഴ പ്രൈസ് ജനറേഷനിൽ വെച്ച്, ആലപ്പുഴയിൽ കളർകോടാണ് ഈ ചർച്ചുള്ളത്. നിങ്ങൾക്ക് കടന്നു വരാം. കർത്താവിൻ്റെ എല്ലാ അനുഗ്രഹത്താലും നിറയാം. രാവിലെ 8 മണിക്കാണ്. നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം. വീണ്ടും തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ എന്ന ഈ യേശുവുമായിട്ടുള്ള കൂട്ടായ്മ വീണ്ടും ആവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു.